നീലനഭസിൽ വിരിഞ്ഞ വീരതാരക കതിരുകളെ ഭാരത നീലനഭസിൽ വിരിഞ്ഞ വീരതാരക കതിരുകളെ വിന്ധ്യാഹിമകൾ സാനുവിലുയർന്ന പഞ്ചമവേദ തരംഗങ്ങളെ വിന്ധ്യാഹിമകൾ സാനുവിലുയർന്ന പഞ്ചമവേദ തരംഗങ്ങളെ സമദർശന സുധയൊഴുകിയ മണ്ണിൽ ഗീതാഞ്ജലികൾ വിടർന്നു കലയുടെ നാമാവലികൾ ഉണർന്നു ഭാരതനീലനഭസിൽ വിരിഞ്ഞ വീരതാരക കതിരുകളെ വിന്ധ്യാഹിമകൾ സാനുവിലുയർന്ന പഞ്ചമവേദ തരംഗങ്ങളെ സമദർശന. അതിന്റെ കാരണം 1935 അതായത് ബ്രിട്ടീഷ് ഇന്ത്യ കാലഘട്ടം എന്നിപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ എത്രയാണ് റിപ്പബ്ലിക് ഡേയുടെ 75 വയസ്സായി അല്ലേ, അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ ബ്രിട്ടീഷ് ഇന്ത്യ കാലത്ത് കൊടുങ്ങല്ലൂരിൽ ഒരു കയർ സർവീസ് സഹകരണ സംഘം രജിസ്റ്റർ ചെയ്തു. അതിന്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ നവംബർ കയർ ദിനമാക്കിയിരിക്കുന്നത്. ചോദ്യം മറ്റൊന്നാണ്. അടുത്ത PSC ടെസ്റ്റിന് 5 മാർക്കിന്റെ ചോദ്യം, വാട്ട് ഈസ് എ റോപ്പ്? എത്ര പേര് ഉത്തരവിടും? എല്ലാവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യം 5 മാർക്കിന് വാട്ട് ഈസ് എ റോപ്പ് എന്ന് ചോദിച്ചാൽ എത്ര പേർ ഉത്തരവിടും? പാടാം, 5 മാർക്കിന് എഴുതാൻ പാടാം. പക്ഷേ നമ്മൾ എല്ലാവരും കുറ്റം പറഞ്ഞ് സാഹിത്യമില്ല. പക്ഷെ സാഹിത്യത്തിന് ഒരു ടെക്നിക്ക് ഉണ്ട്. എന്താ എന്തിനും ഡെഫിനേഷൻ ഉണ്ടാകും, നമ്മുടെ ഡെഫിനേഷൻ ഉണ്ടാക്കില്ല. ഇപ്പൊ ഇത് നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയംകാരാണ്. നമ്മളിപ്പോൾ ഇത് അയർലൻഡിലാണ് ഇത് കൂടുന്നത്. യവനികയുടെ ഒരു പ്രാവശ്യത്തെ പരിപാടി അയർലൻഡ് ആനപ്പെടുത്ത കയറിനെ ഇങ്ങനെ പല രീതിയിലിട്ട് ചുറ്റിയാലിട്ട് ഇങ്ങനെ പിടിച്ച് മാജിക്കിന്റെ മന്ത്രം പറഞ്ഞ മന്ത്രം പറഞ്ഞേ ഓം ക്രീ ഒക്കെ പഴയത് പുതിയത് പറഞ്ഞു. പുതിയ മന്ത്രമാണ്. ഞാൻ 90s അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ പറയണം. വെളി പറഞ്ഞു കൊടുക്കരുതേ, പറയട്ടെ. സിം സിം സലാമി സലാമി സിം 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 സിമ്മിന്റെ കാലമാണ്. അതുകൊണ്ടാണ് മന്ത്രം അങ്ങനെ ആക്കിയത്. അതൊന്ന് ചേർത്ത് പറഞ്ഞേ. സിം സിം സലാമി സിം 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 എന്ന് ഞാനും ഇങ്ങനെ കണ്ടപ്പോ കൈയടിക്കാൻ മറന്നുപോയി കേട്ടോ. വെറുതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് അറ്റമില്ല, ഡെഫിനേഷനൊക്കെ പോയി, എല്ലാം മിഡിലേ ഉള്ളൂ. 2 അറ്റവും മധ്യഭാഗവും വേണമെന്നല്ലേ പറഞ്ഞു. അങ്ങനെ വന്നാലും പേടിക്കണ്ട. ഏതെങ്കിലും ഒരു മധ്യഭാഗം എടുക്കുക, ഈ അറ്റു പോകുന്ന പോർഷൻ എടുക്കുക, മെല്ലെ ഇവിടെ വയ്ക്കുക. ആദ്യം ചുറ്റിയതുപോലെ ചുറ്റാൻ പറ്റുമ്പോന്നൊരു ശ്രമം നടത്തി നോക്കുക. ചിലപ്പോൾ പറ്റും, ചിലപ്പോൾ പറ്റിയില്ല, നമുക്ക് വരും. അങ്ങനെയാണ് ചുറ്റിലെ പ്രത്യേകത. എന്നാലും ചുറ്റി നോക്കുക. ഇങ്ങനെ ചുറ്റി, ഇങ്ങനെ ചുറ്റി, ഇങ്ങനെ 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 ചുറ്റിയിട്ട് മാജിക്കിന്റെ മന്ത്രം പറഞ്ഞേ. സിം സിം സലാമി സിം സിം സിം. കയർ ആരപ്പെടുത്തുന്ന പണ്ടൊരിക്കൽ ഞാൻ ഈ ആലപ്പുഴ തന്നെ പോയിട്ട് ഇത് ചോദിച്ചു, കയറിന്റെ ഉപയോഗം എന്തെന്ന് ചോദിച്ചപ്പോൾ അവിടെ കെട്ടാൻ ഉപയോഗിക്കുന്നു. ശരിയാണ്, കയറ് കെട്ടാൻ ഉപയോഗിക്കുന്നതാണ്. ഉത്തരത്തിലൊരു ശരിയുണ്ട്. പക്ഷേ ആലപ്പുഴത്തെ കയറ് കെട്ടിയാൽ എന്താണ് സംഭവിക്കാൻ നോക്കുക. എല്ലാ കയറും കെട്ടാം, പക്ഷെ ആലപ്പുഴത്തെ കയറ് കെട്ടിയാൽ ഈ കെട്ടുന്നതിനാണ് ഉറപ്പിക്കാൻ, അല്ലേ? അതുകൊണ്ടാണ് ഈ കല്യാണത്തിന് കെട്ടുന്നൊരു പേരുള്ളൂ. കാര്യം ആണെങ്കിൽ ഒരു സംശയം ഉണ്ടാക്കുന്നത് ഉറയ്ക്കൂല. എന്നാൽ പേരിലെ കെട്ടിൽ ഉറപ്പിയോ കെട്ടൊന്നും വരും. ഓക്കെ. പക്ഷെ ആലപ്പുഴത്തെ കയറിന്റെ കെട്ടിന്റെ പ്രത്യേകത, ഈ കെട്ടിനെ നമുക്കിങ്ങനെ പിടിച്ച് താഴോട്ട് കൊണ്ടുവരാൻ പറ്റും. ഇനി ഇത് പഴയതുപോലെ ആക്കണം. ഇതൊരു സിസേഴ്സ് ആണെന്ന് സങ്കല്പിച്ചിട്ടുണ്ടോ, ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇങ്ങനെ നമുക്കിത് മുറിച്ചെടുക്കാൻ പറ്റും. ഇപ്പൊ എത്ര കയറുണ്ടായി? 2. ഇത് എന്നെ പഠിപ്പിച്ചത് മുതുകാണങ്ങളാണ് കേട്ടോ.
മുതലാളികൾ പഠിപ്പിച്ചപ്പോഴേ എന്നോട് പറഞ്ഞു മുറിക്കുമ്പോൾ തുല്യമായി മുറിക്കണമെന്ന്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന് ഞാൻ ചെയ്യുമ്പോൾ ഒന്ന് ചെറുതും ഒന്ന് വലുത്. ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ചെയ്യുമ്പോഴും സ്ഥിതി ഇതാണ്, ഞാൻ മുറിക്കണമെങ്കിൽ ഒന്ന് ചെറുതും ഒന്ന് വലുതാവും. അപ്പോൾ അവസാനം ഞാൻ സാറിനോട് പറഞ്ഞു, സാർ ഇങ്ങനെ ഞാനിത് മുറിക്കുമ്പോൾ ഒന്ന് ചെറുതും വലുതുമായി. പക്ഷേ അങ്ങനെ ചെയ്യരുത്, നമ്മളൊന്നെന്ന് പറഞ്ഞ് ശീലിച്ചവരല്ലേ. അപ്പം അങ്ങനെ വന്നാൽ ചെറുതിനെ എടുത്ത് മുകളിലേക്ക് വെക്കണം, വലുതിനെ എടുക്കണം, വലുതിനെടുത്ത് ഇവിടെ പിടിക്കണം. മന്ത്രം പറയും, മന്ത്രം മന്ത്രം സിം സലാമി സിം 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 എന്ന് പറഞ്ഞത് ഒറ്റ കയറാം. ഒരു കയറായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെറുതും വലുതും പറയാൻ പറ്റില്ല, കാരണം താരതമ്യപ്പെടുത്താൻ പറ്റില്ല. ഇവിടെ ഒരു കയറിന്റെ മിഡിൽ പോർഷൻ ഇവിടെയും 2 ഇഞ്ചിന്റെ അടുത്ത് കയ്യിലാണ്. അതിൽ ഒരറ്റം ഞാൻ എടുക്കുന്നു, ഈ അറ്റം എടുത്ത് കയ്യിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് നിങ്ങൾ മന്ത്രം പറഞ്ഞാൽ ആ അറ്റം ഓടി ഇവിടെ വരും. ഇവിടെ എത്തി പറഞ്ഞുടനെ എത്തി. അടുത്ത അറ്റം എടുക്കുക, ആദ്യത്തെ പോലെ എളുപ്പമല്ല. രണ്ടാമത്തെ അറ്റം എടുത്ത് 3 പ്രാവശ്യം പ്രസ് ചെയ്യണം. എത്ര തവണ? 1 2 3 മന്ത്രം കണ്ടില്ല. 2 അറ്റം ഒരറ്റത്ത് ഓടി ഇങ്ങ് വരുമെന്നുള്ളതാണ്. ഇത് കണ്ടപ്പോ ശരിക്കും പറഞ്ഞാൽ രസമൊക്കെ തോന്നിയെങ്കിൽ കയറിലെന്തോ ഒരു തരികിട ഉണ്ടെന്നൊരു സംശയമുണ്ട് അല്ലേ? ആ മോഹൻ സാറിലുണ്ട്, മോഹൻ സാറിന്റെ കിട്ടുക സാറേ. അത് പിടിച്ച് പൊട്ടിച്ചാൽ പൊട്ടുമോ, പൊട്ടിച്ചാൽ ഒട്ടുമോ എന്നൊക്കെ നോക്കാം. ഇത് ഒരു പ്രത്യേക കയറാണ്, സ്ട്രോങ്ങർ റോപ്പാണ്. സ്ട്രോങ്ങർ റോപ്പ് എന്ന് പറയുന്നതാണ് പിടിച്ചാൽ പൊട്ടിയില്ലേ. അപ്പൊ ഇത് പൊട്ടിപ്പോയി അല്ലേ? അപ്പൊ സ്ട്രോങ്ങർ റോപ്പ് അല്ല. അപ്പൊ നവർ ബിലീവ് എ മജീഷ്യൻ. മജീഷ്യൻ ഒരിക്കലും വിശ്വസിക്കരുത് കേട്ടോ, അവർ പലതും പറയും, അതൊന്നും ശരിയാവില്ല. അപ്പൊ കണ്ടതും കേട്ടതും ഒക്കെ ചെയ്യുന്ന രാജ്മോഹൻ സാറാണ്. സാറതൊന്ന് പരിശോധിച്ചാൽ പിടിച്ച് വലിച്ച് അത് വലിയുമോ, അത് ഇങ്ങനെ ഒട്ടിയിരിക്കുമോ എന്നൊക്കെ നോക്കുക. ഇല്ല, എന്താണ് വെച്ചത്? ഈ കയറിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ കയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കയർ നമുക്ക് ഇങ്ങനെ ഒരു കെട്ടിടാൻ പറ്റും. ഈ കെട്ടെന്ന് പറയുന്നത് ഫയർഫോഴ്സുകാർ പൊട്ടിയ കയറൊക്കെ മുകളിലോട്ട് എറിഞ്ഞ് പിടിച്ച് കയറുന്നത് ഇങ്ങനെയാണ്. പൊട്ടിയ ഭാഗത്ത് വെയിറ്റ് വരില്ല. ഇതിനെ മെല്ലെ ഒന്ന് ബ്ലോ ചെയ്ത് കൊടുത്താൽ അത് അതിന്റെ സ്വഭാവം കാണിക്കും. അതെ, ഞാനിത് കാണിച്ച് 3 സെക്കൻഡ് വെയിറ്റ് ചെയ്തപ്പോൾ എന്താണെന്നറിയോ, നിങ്ങൾക്ക് തോന്നി ഞാൻ ഒരു കുരുക്കിട്ടിട്ട് കെട്ടി